Hi dear friends, I am IrshadSulaiman. Welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഓട്ടോമാറ്റിക് വാച്ചുകൾ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ് ഓട്ടോമാറ്റിക് വാച്ചുകൾ വർക്ക് ചെയ്യുന്നത് കയ്യിലെ ചൂട് തട്ടുമ്പോഴാണെന്ന്. എൻ്റെ കയ്യിൽ ഒരു ഓട്ടോമാറ്റിക് വാച്ചുണ്ട്. ഈ വാച്ച് വർക്ക് ചെയ്യുന്നത് ചൂട് കൊണ്ടാണോ അതോ മറ്റ് എന്തെങ്കിലും ഫങ്ഷൻ വർക്ക് ചെയ്യുമ്പോഴാണോ ഈ വാച്ച് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ ഇന്ന് ഡെമോ ചെയ്യാൻ പോകുന്ന വാച്ചാണിത്. അതിനു മുന്നേ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. നിങ്ങൾ കണ്ടത് ഒരു ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ ബേസിക് വർക്കിംഗ് വീഡിയോ ആണ്. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള വാച്ച് ഒന്ന് അഴിച്ച് കാണിച്ച് അതിലെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടി വിവരിക്കാം. ഒരു ഓട്ടോമാറ്റിക് വാച്ച് ഓപ്പൺ ചെയ്താൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വാച്ചിൻ്റെ ഈ സ്പെയറാണ്. അതായത് 360 ഡിഗ്രിയിൽ കറങ്ങുന്ന ഈ സ്പെയറാണ്. ഇതിൻ്റെ പേര് ഓസുലേറ്റിംഗ് വെയിറ്റ് എന്നാണ്. ഈ ഓസുലേറ്റിംഗ് വെയിറ്റ് കറങ്ങുന്നത് കൊണ്ടാണ് വാച്ചിൽ പവർ സേവ് ആകുന്നത്. നമ്മളുടെ കൈയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് വാച്ചിൻ്റെ ഈ റോട്ടർ വർക്ക് ചെയ്യുകയും അതിൽ നിന്നും പവർ ഉൾക്കൊണ്ടുകൊണ്ട് വാച്ച് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. പവർ സേവ് ആകുന്നത് ഇത് ഈ കാണുന്ന ബാരലിലാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പെയർ ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ അത് കണ്ടിരുന്നു. ആ സ്പ്രിങ്ങിൽ പവർ സേവ് ആവുകയും അവിടെ നിന്നും മറ്റ് വീലുകൾ വഴി വാച്ചിന് കറങ്ങാൻ ആവശ്യമായ പവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഈ ബാരലിൻ്റെ ഉള്ളിലെ സ്പ്രിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു, ഈ വാച്ചിൽ തെർമോമീറ്ററോ സ്റ്റാർട്ടറോ അതുപോലുള്ള ഒരു ഇലക്ട്രോണിക്സ് കമ്പോണൻസുകളും ഈ വാച്ചിലില്ല. പൂർണ്ണമായിട്ട് മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു വാച്ചാണിത്. കൈയിൻ്റെ ചൂട് തട്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും ഈ വാച്ചിലില്ല. അത് ഈ വാച്ചിൽ എന്നല്ല, ഒരു വാച്ചിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പുതിയ വിഷയമായി കാണും വരേക്കും ഗുഡ് ബൈ.